അങ്ങനെ കാവേരി നിവിന്റെ കല്യാണ മണ്ഡപത്തിൽ കയറി വന്ന് കല്യാണം മുടക്കിയിട്ട് ജയപാലനോട് പകരം ചോദിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പൊ നിവിന് ഇനി ചെറിയൊരു പ്രതീക്ഷ ഉണ്ടാവാൻ പോകുന്നുണ്ട് കാവേരിയെ കുറിച്ച്. എന്താന്ന് വെച്ചാൽ കാവേരി ഇപ്പോൾ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത് കാവേരിയുടെ അച്ഛനോട് ജയപാലൻ ചെയ്തതിന് പ്രതികാരം ചെയ്യാൻ മാത്രമായിരിക്കില്ല, ഈ കല്യാണം മുടക്കാനും കൂടെ വേണ്ടിയായിരിക്കും. അതൊരു പക്ഷെ നിവിനോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കാം എന്നൊക്കെ നിവിൻ വെറുതെ ഇങ്ങനെ ഒന്ന് വിചാരിക്കാൻ പോവാണ്. എന്തായാലും കാവേരി ഇവിടെ നിന്ന് നാട് വിട്ട് പോകുന്നുണ്ടെങ്കിൽ അത് നിവിനെ രക്ഷിച്ചിട്ടായിരിക്കും പോകുന്നത്. അപ്പൊ നിവിൻ എന്തായാലും ഹാപ്പി ആവാൻ പോകുന്നുണ്ട്. പഴയതുപോലെ നിവിൻ കുറച്ച് നാളായിട്ട് നമ്മളെ ഒരുപാട് കരയിപ്പിച്ച് വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അല്ലെ. ഇനി എന്തായാലും നിവിൻ ഹാപ്പി ആവാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ നിവിനെ പോലും ഞെട്ടിച്ചുകൊണ്ട് കാവേരി മണ്ഡപത്തിൽ കയറി വന്നിട്ട് ജയപാലനോട് പകരം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അച്ഛൻ്റെ മരണത്തിന് താൻ ഉത്തരം പറയണം, എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് പറ്റിച്ചെടുത്ത ഓരോ രൂപയ്ക്കും നീ ഇപ്പൊ സമാധാനം പറഞ്ഞില്ലെങ്കിൽ നിന്റെ മോളുടെ കല്യാണം നടത്താൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ മരിച്ചു വീഴേണ്ടി വന്നിട്ടാണെങ്കിലും കുഴപ്പമില്ല, അച്ഛനെ തോൽക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് കാവേരി ഇങ്ങോട്ട് വരുന്നത് കേട്ടോ. അവസാനമായിട്ട് ഈ ഒരു ശ്രമം നടത്താതെ കാവേരി ഈ നാട് വിട്ട് പോവില്ല എന്ന് വാശി പിടിച്ചത് കൊണ്ടാണ് ബാക്കിയുള്ളവരൊക്കെ കാവേരിയുടെ പിന്നാലെ വരുന്നത് കേട്ടോ. ഇതിപ്പോ അച്ഛന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാവേരി മാത്രമായിരിക്കും. ബാക്കിയുള്ളവരാരും ഒന്നും തന്നെ ചെയ്തു എന്ന് പറയാൻ പറ്റില്ല അല്ലെ. എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാവേരിയാണ്. പിന്നെ കാവേരിയോട് വല്ലാത്ത ഇഷ്ടമുള്ളത് കൊണ്ട് നിവിനെ കൊണ്ട് ആവുന്നതും ആവാത്തതും എല്ലാ ഹെൽപ്പും കാവേരിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവരിപ്പോൾ ഗംഗയുണ്ട്, വിനീതുണ്ട്, യമുനയൊക്കെ വെറും വേസ്റ്റ് ആയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ആരും ഒന്നും ചെയ്തിട്ടില്ല. യമുനയെ കൊണ്ട് എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിലേ ഉള്ളൂ, അല്ലാതെ ഗുണം ഇതുവരെ ഒന്നും ഉണ്ടായതായിട്ട് കണ്ടിട്ടില്ല. മാത്രമല്ല ഗംഗ എന്നുള്ള ക്യാരക്ടർ ഇപ്പോൾ തമിഴിലെ ഒറിജിനൽ വേർഷനിലാണെങ്കിൽ ഗംഗ കുറച്ചും കൂടെ മെച്യൂർഡ് ആണ്, കുറച്ചും കൂടെ റെസ്പോൺസിബിൾ ആയിട്ട് കുറച്ചുകൂടെ ധൈര്യമുള്ള ഒരു ക്യാരക്ടറാണ്. ഇതിലിപ്പോൾ ഗംഗയെ ചില സമയത്ത് വെറും സെൽഫിഷ് ആയിട്ട് കാണിക്കുന്നു, ചില സമയത്ത് വെറും പാവമായിട്ട് കാണിക്കുന്നു. ഒറിജിനൽ വേർഷനിലെ ഗംഗ എന്ന് വെച്ചാൽ എന്തെങ്കിലും പ്രശ്നം കുടുംബത്തിൽ വരുമ്പോൾ അതിലിറങ്ങി നിന്ന് അത് സോൾവ് ചെയ്യും, എല്ലാവരെയും സമാധാനിപ്പിക്കും. അങ്ങനെയൊക്കെ വളരെ മെച്യൂർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഇതിലിപ്പോൾ അങ്ങനെയൊന്നും കാണിക്കുന്നില്ല. ഗംഗ ഇതുവരെ ഒന്നും ചെയ്തതായിട്ടൊന്നും കാണാനില്ല. അത്രയും കൂടെ ചെയ്തിട്ടില്ല നമ്മുടെ വിനീത്. വെറുതെ ഇടയ്ക്ക് ഓരോ ഡയലോഗ് അടിക്കും, ആവേശം കൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നല്ലാതെ കാര്യമായിട്ടൊന്നും പ്രവർത്തിച്ചിട്ടുമില്ല. തമിഴിലാണെങ്കിൽ ഒരു തികഞ്ഞ നിഷ്കളങ്കനായിട്ടാണ് വിനീതിനെ കാണിക്കുന്നത്. പക്ഷെ ഇതിൽ അങ്ങനെയും അല്ലാതെ ഒരു ഡമ്മി ക്യാരക്ടറായിട്ടും ഒരു വിവരമില്ലാത്ത ക്യാരക്ടറായിട്ടൊക്കെയാണ് വിനീതിനെ കാണിക്കുന്നത്. വിനീതിന്റെ കല്യാണ കാര്യത്തിൽ പോലും വിനീതായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. കാവേരിയും നിവിനും കൂടെ ചേർന്നാണ് വിനീതിനെ സഹായിച്ചു കൊണ്ടുവന്നതൊക്കെ. തമിഴിലാണെങ്കിൽ വിനീതാണ് അമ്മയും ചേച്ചിയും ഒക്കെ ഹാൻഡിൽ ചെയ്ത് ഗംഗയെ വിവാഹം കഴിക്കാനായിട്ട് വിനീത് റിസ്ക് എടുത്ത് ഇറങ്ങി വരികയാണ് ചെയ്യുന്നത് കേട്ടോ. പക്ഷെ ഇപ്പൊ പ്രതികാരം ചെയ്യാൻ വരുമ്പോൾ എല്ലാവരും കൂടെ ഒന്നിച്ചു വരികയാണ്. അതും കാവേരി പറഞ്ഞ് വാശി പിടിച്ച് നിർബന്ധിച്ചിട്ട് എല്ലാവരും കൊണ്ടുവരികയാണ്. അതുകൊണ്ട് മാത്രം ആവേശം കയറിയിട്ടാണ് എല്ലാവരും കാവേരിയുടെ കൂടെ വരുന്നത്. അങ്ങനെ അവിടെ വന്ന് ജയപാലനുമായിട്ട് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഇനി നാളത്തെ എപ്പിസോഡിന്റെ പ്രമോല് കാണിച്ചതുപോലെ രാഗിണി എന്തോ പറയുമ്പോൾ രാഗിണി ജയപാലനോട് ഈ കല്യാണം നടക്കണം, അതാണ് ഇപ്പൊ വേണ്ടത്, ഈ കുരയ്ക്കുന്ന പട്ടികളുടെ വായിലേക്ക് ബിസ്ക്കറ്റ് എറിഞ്ഞ് കൊടുക്കാച്ചാ എന്ന് പറയുമ്പോൾ ഇടീ എന്ന് പറയുന്നുണ്ട്. എല്ലാവരും കൂടെ ഒന്നിച്ചാണ് പറയുന്നത്, കാവേരി മാത്രമല്ല കേട്ടോ. എന്തോ എല്ലാവരും കൂടെ ഒന്നിച്ച് ഇത്രകാലം പ്രവർത്തിച്ചതുപോലെ എല്ലാവരും കൂടെ ഒന്നിച്ചൊരു എടിവിളി അതൊക്കെ കാണിക്കുന്നുണ്ട് നാളത്തെ എപ്പിസോഡിൽ. ശാരദയ്ക്കൊക്കെ ഇത്രയും കാലം ഈ ധൈര്യമൊക്കെ എവിടെ പോയി എന്നൊന്നും അറിയില്ല. ഒരു സമയത്ത് ജയപാലൻ പറഞ്ഞത് കേട്ട് പല അബദ്ധങ്ങളിലും ചാടാനൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ കാവേരി കൂടെ ഉള്ളപ്പോൾ മാത്രം ഒരു പ്രത്യേക ധൈര്യമാണ്, എവിടെന്നാ വരുന്നതെന്നൊന്നും അറിയില്ല. അപ്പൊ നാളത്തെ എപ്പിസോഡിൽ ഇനി എന്തായാലും ജയപാലനോട് കാവേരി എല്ലാം ചോദിക്കാൻ പോകുന്നുണ്ട്. എൻ്റെ അച്ഛൻ്റെ മരണത്തിന് താൻ ഉത്തരം പറഞ്ഞേ പറ്റൂ, എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് പറ്റിച്ചെടുത്ത ഓരോ രൂപയ്ക്കും താൻ ഇന്ന് ഉത്തരം പറയണമെന്നൊക്കെ പറഞ്ഞ് കാവേരി ചോദിക്കുമ്പോൾ എന്തായാലും ജയപാലൻ ആദ്യം കാവേരിയെ തല്ലാനൊക്കെ പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ചാരുലത കയറി വന്നിട്ട് തെളിവുകളൊക്കെ കിട്ടിക്കഴിഞ്ഞു മിസ്റ്റർ ജയപാലൻ, സാക്ഷികളും എത്തിക്കഴിഞ്ഞു, നിങ്ങൾ എന്തായാലും പെട്ടു, അതെല്ലാവർക്കും മനസ്സിലായി, ഇനിയിപ്പോൾ അത് സമ്മതിച്ചു തരുന്നതാണ് നല്ലത്. കാവേരി ചോദിക്കുന്നത് എന്താണോ അതിപ്പോൾ നിങ്ങൾ കാവേരിക്ക് കൊടുത്തില്ലെങ്കിൽ നിങ്ങളെ അറസ്റ്റ് ചെയ്യേണ്ടി വരും എന്നൊക്കെ പറയുമ്പോൾ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കല്യാണം മുടങ്ങുമല്ലോ. അപ്പോൾ പിന്നെ രാഗിണി ആ സമയത്ത് അച്ഛനോട് വന്ന് പറയാണ്, അച്ഛൻ ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയത് എനിക്ക് വേണ്ടിയാണല്ലോ, ഞാനിപ്പോൾ പറയാണ് എനിക്ക് ഈ കല്യാണം ഇപ്പം നടന്നേ പറ്റൂ, ഇവർക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് എറിഞ്ഞു കൊടുക്കച്ച, ഈ പ്രശ്നം ഒന്ന് തീർക്ക്, കല്യാണം കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം സംസാരിക്കാം എന്നൊക്കെ പറയുമ്പോൾ ജയപാലൻ എന്തോ കൊടുക്കാൻ മനസ്സ് വരുന്നില്ല. ജയപാലൻ കഷ്ടപ്പെട്ട് പറ്റിച്ചുണ്ടാക്കിയതാണല്ലോ. അങ്ങനെ മനസ്സില്ലാ മനസ്സോടുകൂടി രാഗിണി പറഞ്ഞതുകൊണ്ട് മാത്രം ജയപാലൻ ചാരുലതയോട് പറയാണ്, ശരി മാഡം, എൻ്റെ മോളുടെ കല്യാണം നടക്കണം, അതാണ് എനിക്കിപ്പോൾ വേണ്ടത്, അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ ഞാൻ തയ്യാറാണ്, ഞാൻ വേണമെങ്കിൽ ഒരു 5 ലക്ഷം രൂപ ഇവർക്ക് കൊടുക്കാം, അതും വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറയണം മാഡം എന്ന് പറയുമ്പോൾ കാവേരി പെട്ടെന്ന് ജയപാലന്റെ ഷർട്ടിൽ ഇങ്ങനെ പിടിക്കുകയാണ് കേട്ടോ. പട്ടിക്കിട്ട് കൊടുക്കുന്നത് പോലെ താൻ തരുന്ന ഈ 5 ലക്ഷം രൂപയും വാങ്ങിച്ചുകൊണ്ട് ഇവിടുന്ന് പോവാനാണ് കാവേരി വന്നതെന്നാണോ താൻ വിചാരിച്ചത്? ഇതേ അരവിന്ദന്റെ മോള് കാവേരിയ, അരവിന്ദന്റെ കയ്യിൽ നിന്ന് താൻ എന്തൊക്കെ പറ്റിച്ചിട്ടുണ്ടോ അതെല്ലാം വാങ്ങിക്കാതെ കാവേരി ഇവിടുന്ന് പോവില്ല എന്നൊക്കെ കാവേരി പറയുന്നു. കൂടെ തെളിവുകളും സാക്ഷികളൊക്കെ കാണിക്കുന്നതോടുകൂടി എന്തായാലും പെട്ടു എന്നുള്ള കാര്യം ജയപാലന് മനസ്സിലാവുകയാണ്. അങ്ങനെ ജയപാലൻ അവസാനം തോട്ടം തിരിച്ചു കൊടുക്കാമെന്ന് സമ്മതിക്കുകയാണ്. തോട്ടമല്ല, തോട്ടത്തിന് വേണ്ടി അരവിന്ദൻ മുടക്കിയ 50 ലക്ഷം രൂപ അപ്പം തന്നെ ചെക്കിൽ എഴുതി ഒപ്പിട്ട് ജയപാലൻ കാവേരിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെയെങ്കിൽ ഇവിടുന്ന് പോട്ടെ, കല്യാണം നടക്കുന്നതാണ് ഇപ്പോൾ വലുത് എന്നൊക്കെ
എന്നൊക്കെ വിചാരിച്ചിട്ടാണ് രാഗിണി കൂടെ അച്ഛാ ഇന്നിവിടെ എൻ്റെ കല്യാണം നടക്കാതെ ഇത് മുടങ്ങിപ്പോയ അവളെയും ഞാൻ വെറുതെ വിടില്ല, അച്ഛനെയും വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് മാത്രം ജയബാലൻ മനസ്സോടുകൂടി 50 ലക്ഷത്തിന്റെ ചെക്ക് എഴുതി കൊടുക്കുകയാണ്. അങ്ങനെ അത് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് അടുത്ത കാര്യം കാവേരി പറയാണ്, ഇതുകൊണ്ടൊന്നും തീർന്നില്ല, എൻ്റെ അച്ഛനെ കൊന്നത് താനല്ലേ, അതിന് താൻ ഉത്തരം പറഞ്ഞേ മതിയാവൂ എന്നൊക്കെ പറയുമ്പോൾ ജയബാലന് അതും അങ്ങോട്ട് സമ്മതിക്കേണ്ടി വരികയാണ്. അതെ ശരിയാണ്, നിന്റെ അച്ഛനെ കൊന്നത് ഞാനാണ്, പക്ഷെ ഞാൻ എൻ്റെ കൈകൊണ്ട് അയാളെ പിടിച്ച് കൊന്നിട്ടൊന്നുമില്ല, ഞാൻ എന്തോ പറഞ്ഞു, അയാൾ ഹാർട്ട് അറ്റാക്ക് വന്നു അവിടെ വീണു, അത്രേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ കാവേരി പറയാണ്, കണ്ടില്ലേ മാഡം, ഇത്രയും ജനങ്ങളുടെ മുമ്പിൽ വെച്ച് അയാൾ ഈ കുറ്റം സമ്മതിച്ചു, ഇയാളെ അറസ്റ്റ് ചെയ്യണം മാഡം, ഇപ്പൊ തന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം, ജയിലിൽ ഇടണം എന്നൊക്കെ കാവേരി പറയുമ്പോൾ ചാരുലത കാവേരിയോട് പറയാണ്, വേണ്ട കാവേരി, അയാൾ പറഞ്ഞത് കേട്ടില്ലേ, അയാൾ അയാളുടെ കൈ കൊണ്ട് കാവേരിയുടെ അച്ഛനെ കൊന്നിട്ടൊന്നുമില്ല, ഇതൊന്നും ഒരു കേസായിട്ട് നിൽക്കില്ല, പിന്നെ പണം പറ്റിച്ചതിന്റെ പേരിൽ വേണമെങ്കിൽ അയാൾക്കെതിരെ കേസെടുക്കാം, പക്ഷെ അങ്ങനെ എടുത്താലും അയാൾ 2 ദിവസം കൊണ്ട് പുറത്തിറങ്ങും. നമ്മൾ കേസ് നടത്തുന്നത് കൊണ്ടോ കേസിന്റെ പിന്നാലെ നടക്കുന്നത് കൊണ്ടോ യാതൊരു ഗുണവും ഉണ്ടാവാൻ പോകുന്നില്ല. കാവേരിക്ക് ഇപ്പൊ പല ആവശ്യങ്ങളും ഉണ്ട്, പല കാര്യങ്ങളും ഉണ്ട്, അത് ആദ്യം നടക്കട്ടെ, അയാൾ തരാനുള്ളത് തന്നു, നിങ്ങൾക്ക് കിട്ടാനുള്ളത് കിട്ടി, ഇനിയിപ്പോ ഇവിടം കൊണ്ട് എല്ലാം അവസാനിപ്പിക്കുന്നതാ കാവേരി നല്ലത് എന്നൊക്കെ പറഞ്ഞ ശേഷം, അപ്പോ എന്റെ അച്ഛന്റെ മരണത്തിന് ഇപ്പോഴും ഒരു ഉത്തരവില്ലേ മാഡം, എന്റെ അച്ഛനെ ഇയാൾ കൊന്നു, എന്റെ ചേച്ചിയുടെ കല്യാണം മുടക്കി, ഞങ്ങളെ ഈ അവസ്ഥയിലാക്കി, എന്നിട്ട് അയാൾ സന്തോഷത്തോടെ അയാളുടെ മോളുടെ കല്യാണം നടത്തിക്കോട്ടെ എന്നാണോ എന്ന് ചോദിക്കുമ്പോൾ ചാരുലത പറയാണ്, ഇപ്പൊ ഇങ്ങനെ വിടാതെ വേറെ വഴിയില്ല കാവേരി, ഇപ്പൊ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല എന്നൊക്കെ പറയുന്നത് കൊണ്ട് അവസാനം കാവേരി കണ്ണീരോടുകൂടി അവിടെ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ. അതോടുകൂടി നിവിന്റെയും രാഗിണിയുടെയും കല്യാണം എന്തായാലും അവിടെ നടക്കാൻ പോവാണ് എന്നുള്ള കാര്യം കാവേരിക്കും യമുനയ്ക്കും എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. അതിനിടയ്ക്ക് യമുനയ്ക്ക് വല്ലാത്ത സങ്കടമുണ്ട് കേട്ടോ. അങ്ങനെ നിവിന്റെ ഷർട്ടൊക്കെ പിടിച്ചിട്ട് യമുന നിവിനെ തല്ലാനൊക്കെ പോവാണ്. എന്താന്ന് വെച്ചാൽ ഈ കല്യാണം ഒന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ യമുനയ്ക്ക് വാക്ക് കൊടുത്തതാണല്ലോ നിവിൻ, എന്നിട്ടിപ്പോൾ താലി കെട്ടാൻ പോയതാണല്ലോ, അപ്പൊ അതിന്റെ ഒരു ദേഷ്യമാണ് യമുനയ്ക്ക്. അപ്പൊ യമുന എങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യുമ്പോൾ ഗംഗയും വിനീതൊക്കെ വിചാരിക്കുന്നത് എന്താന്ന് വെച്ചാൽ കാവേരിയെ നിവിൻ പറഞ്ഞ് പറ്റിച്ചത് കൊണ്ട് ആ ദേഷ്യമാണ് യമുനയ്ക്ക് എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ യമുന വെറും സെൽഫിഷ് ആണെന്നുള്ള കാര്യം ആർക്കും അറിയില്ലല്ലോ. ഇപ്പൊ എന്തായാലും നിവിന്റെ രാഗിണിയുടെ കല്യാണം നടക്കട്ടെ എന്ന് വിചാരിച്ച് യമുനയും കണ്ണീരോടുകൂടി അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. അതിനുശേഷം കല്യാണം ഒന്നും നടന്നില്ല, കല്യാണം മുടങ്ങി എന്നൊക്കെ കേൾക്കുമ്പോൾ യമുനയ്ക്ക് വീണ്ടും നിവിനോട് ഇഷ്ടം തോന്നുകയാണ്. അങ്ങനെ വീണ്ടും കാവേരി ചേച്ചി എല്ലാത്തിനും തടസ്സം നിൽക്കുകയാണ്. നിവിൻ ചേട്ടൻ എന്നെ ഇഷ്ടപ്പെടാത്തതിന് കാവേരി ചേച്ചിയാണ് കാരണം എന്നൊക്കെ പറഞ്ഞ് എന്താ പറയാ, ഒരാവശ്യമില്ലാതെ സ്വന്തം പ്രശ്നങ്ങൾക്ക് കാരണം മറ്റൊരാളാണെന്ന് പറഞ്ഞ് അയാളുടെ തലയിൽ എല്ലാ കുറ്റവും ഇട്ടിട്ട് ഒരു സംതൃപ്തി കണ്ടുപിടിക്കില്ലേ, അങ്ങനത്തെ ഒരു ക്യാരക്ടറായിട്ട് മാറാൻ പോവുകയാണ് ഈ യമുന. അപ്പൊ എന്തായാലും കഥയിൽ ഇനി ഒരു വഴിത്തിരിവാണ്. നിവിന്റെ കല്യാണം ഇവിടെ വെച്ച് മുടങ്ങും. എന്തായാലും കല്യാണം മുടങ്ങി കഴിഞ്ഞ് നിവിൻ വീണ്ടും ഹാപ്പി ആവുന്നു, കാവേരിയെ തേടി ട്രിവാൻഡ്രത്തേക്ക് പോകുന്നു. അവിടെ നമ്മുടെ നരയൻ വരുന്നുണ്ട് കാവേരിയുടെ ലൈഫിലേക്ക്. നാട് വിട്ട് ട്രിവാൻഡ്രത്ത് പോയതിനു ശേഷം അച്ഛൻ പണ്ട് പറഞ്ഞതുപോലെ അച്ഛന്റെ കാലശേഷം കാവേരി ഈ കുടുംബം നോക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ, അതേപോലെ ഇനി കാവേരി നോക്കാൻ പോവാണ്. അതിനിടയ്ക്ക് കാവേരി നരയനെ വിവാഹം കഴിച്ചത് കൊണ്ട് അമ്മയും ഗംഗയും എല്ലാവരെയും ഒന്ന് വെറുപ്പിക്കുന്നുണ്ട്. അതിനുശേഷം കുടുംബത്തിന് വേണ്ടിയിട്ടാണ്, എല്ലാവർക്കും കൂടെ വേണ്ടിയാണ് കാവേരി ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്, അല്ലാതെ നരയനെ ഇഷ്ടപ്പെട്ടത് കൊണ്ടോ സ്വന്തം സന്തോഷം മാത്രം കരുതിയിട്ടോ അല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ വീണ്ടും കാവേരിയുടെ കുടുംബമായിട്ട് ഒന്നിക്കാനൊക്കെ പോകുന്നുണ്ട്. അപ്പൊ ഇനി വരാൻ പോകുന്നതൊക്കെ കാണാൻ കുറച്ചും കൂടെ രസമുള്ളതായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതിനെയൊക്കെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് കമന്റ് ബോക്സിൽ പറയൂ കേട്ടോ. താങ്ക് യു, ബൈ.